Hi, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം. ആസ് മെൻഷൻഡ് ഇൻ ദ ടൈറ്റിൽ, ഞാനിന്ന് സ്വന്തമായിട്ട് മുടി ബ്ലൂ ആയിട്ട് കളർ ചെയ്യാൻ പോവാണ്. ഇഫ് യു ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വേറൊരു വീഡിയോ ഉണ്ട്, വേറെ ഡീറ്റെയിൽഡ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്, പ്രീ കെയർ, പോസ്റ്റ് കെയർ, ആഫ്റ്റർ കെയർ എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് പോയി കാണുക. ഇന്നത്തെ വീഡിയോ അത്ര ഡീറ്റെയിൽഡ് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് മീ ടേക്കിംഗ് യു അലോങ് ഓൺ വാട്ട് ഐ എം അബൌട്ട് ടു ഡു. ഒരു ഉടായ്പിന് പോകുമ്പോൾ കുറച്ച് ആളെ കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അമ്മ വിളിച്ച് ചോദിക്കുമല്ലോ തലയിൽ എന്തെങ്കിലും കാണിച്ചു വെച്ചേക്കുന്നത്, അപ്പോൾ നിങ്ങളുടെയൊക്കെ പേര് പറയാം. So that being said, the only instruction I would give you is that you should patch test at least 5-6 hours before you actually go ahead and assault your hair. അതല്ലാതെ എനിക്ക് വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. ഈ ബ്രാൻഡ് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഐ എം സ്കിപ്പിംഗ് ദ പാച്ച് ടെസ്റ്റ്. ഇന്ന് യൂസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പേരാണ് Streax. ഇറ്റ്സ് എ ഹൈലൈറ്റിംഗ് കിറ്റ് ആൻഡ് യൂസ് ചെയ്യാൻ പോകുന്ന കളർ ഇസ് ജേഴ്സി ബ്ലൂ. ഞാൻ ഇത് ഇന്ന് കളർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ബ്ലൂ ലെങ്ത് മുടി ഉണ്ടായിരുന്നു, ലൈക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ഞാൻ ഒരു urban കമ്പനിയിൽ നിന്ന് ഒരാളെ വിളിച്ചു മുടി ഇത്രയും പകുതി വെച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. വിച്ച് മീൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ബോക്സസ് ഉണ്ട്. ഇത് ഇത്രയും എനിക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരെണ്ണം തുറന്ന് ആദ്യം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് നോക്കും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ഡിസൈഡ് വെദർ വി ഹാവ് ടു ഓപ്പൺ ദി അതർ 2 ബോക്സസ്. ഈ ഓരോ ബോക്സിനകത്ത് ഒരു ബ്ലോണ്ടിങ് കിറ്റ് ഉണ്ടാവും, അതായത് ഒരു ബ്ലീച്ചിങ് കിറ്റ് ഉണ്ടാവും, പിന്നെ ആക്ച്വൽ ഡൈ ഉണ്ടാവും, വിച്ച് ഇസ് ബ്ലൂ. ഇന്ത്യൻ ഹെയർ ആണ് നിങ്ങൾക്കെങ്കിൽ, ഇതിനു മുമ്പ് ബ്ലീച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നോ ദാറ്റ് വൈബ്രൻറ്റ് കളേഴ്സ് ലൈക്ക് പിങ്ക്, റൂബി റെഡ്, ബ്ലൂ, ഗ്രീൻ ഇതൊന്നും ബ്ലീച്ച് ചെയ്തില്ലെങ്കിൽ അത്രയ്ക്ക് ഷോ അപ്പ് ചെയ്യില്ല. നല്ല ഡാർക്ക് മുടിയാണ് നാച്ചുറലി ഇന്ത്യൻസിനുള്ളത്, വെരി ക്ലോസ് ടു ജെറ്റ് ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ. ബ്ലീച്ച് ചെയ്യാതെ ബ്രൈറ്റ് കളേഴ്സ് ഷോ അപ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ബ്ലീച്ച് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ അതിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു ഓളത്തിന് ചെയ്യുന്നതായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി. ഐ എം നോട്ട് endorsing, encouraging or promoting using bleaching agents on your hair. എനിക്ക് മുടി പിന്നെയും വളരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോപ്രായൊന്നും കാണിക്കുന്നത്. സോ യാ ദാറ്റ്സ് ദാറ്റ്. ഞാൻ പറഞ്ഞ പോലെ വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല. ഐ എം ജസ്റ്റ് ടേക്കിംഗ് യു അലോങ് ഓൺ ദിസ് ഹെയർ മേക്ക് ഓവർ ജേർണി. പിന്നെ 2 more things. ഒരു പഴയ ഡ്രസ്സ് ഇടുക. ഇതിപ്പോൾ എൻ്റെ ടീഷർട്ട് പോലുമല്ല, വല്ലവൻ്റെ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് കാപ്പിയും കൂടെ കുടിക്കാം, ബ്ലാക്ക് അൺസ്വീറ്റൻഡ്, നോ മിൽക്ക്. അപ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. സ്ട്രീക്സ് ഹൈലൈറ്റിംഗ് കിറ്റിൻ്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ എൻറ്റയർ പ്രോസസ്സിനെ 1, 2, 3 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റെപ്പിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇൻഡിവിജ്വലി ഒരൊറ്റ പെട്ടിക്കകത്താണ് വരുന്നത്. ഇത് ഗ്ലോബൽ കളറിന് ഉദ്ദേശിച്ചിട്ടുള്ള സാധനമല്ല, വിച്ച് മീൻസ് നമ്മൾ ഹെയർ ഐസൊലേറ്റഡ് സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്ത് അലൂമിനിയം ഫോയിൽ റാപ്പ് ചെയ്തിട്ട് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കിറ്റിനകത്ത് ഒരു പെയർ ഗ്ലൗസ്, ബ്രഷ്, പിന്നെ ബ്ലോണ്ടർ പൗഡർ, ഡെവലപ്പിംഗ് ക്രീം, കുറച്ച് അലൂമിനിയം ഫോയിൽ ആൻഡ് എ പാംഫ്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനും ചെയ്യാൻ വളരെ ഫ്രണ്ട്ലിയാണ്. ആസ് ലോങ് ആസ് യു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഇറ്റ് ഷുഡ് ബി പ്രിറ്റി സിമ്പിൾ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഹെയർ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്ലീച്ച് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നേരമില്ല. മിക്സ് ചെയ്താൽ ഉടനെ തന്നെ സാധനം ആക്ടിവേറ്റ് ആവും. സോ യു ഹാവ് ലൈക്ക് അറൌണ്ട് 15-20 മിനിറ്റ്സ് ടു അപ്ലൈ ഇറ്റ് ടു യുവർ ഹെയർ. അപ്പോൾ ബാക്കി ബ്ലീച്ച് ചെയ്തിട്ട് കാണാം. ആരും പാനിക് ചെയ്യണ്ട, ഇതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് മാത്രമാണ്. സോ ദ കളർ ഈസ് ലൈറ്റസ്റ്റ് ഹിയർ. It's because I always have my hair up in a pony. So ഇങ്ങനെ ചെയ്യുമ്പോൾ it looks nice when it's really bright on the inside. പുറമേ കാണുമ്പോൾ അത്ര ബ്രൈറ്റ് ആയിട്ട് കാണില്ല. കാണണം എന്നാണെങ്കിൽ ഫേസിൻ്റെ സൈഡിൽ കാണുകയും ചെയ്യും. Also I would have liked it to be a little lighter here. So my bangs are pulled back now. But bangs തൽക്കാലം അത്രയും ഞാൻ ഒരുപാട് നേരം വെച്ചില്ല. I just let it sit for like 2-3 minutes. But it's darkest, lightest on the inside, which means the blue will be brightest in your region, which is great because ഞാൻ മുടി കെട്ടി വെക്കുമ്പോൾ it shows. Anyway, yeah, so that's that. I could have left it on a little longer, but one thing with bleach is that my hair is already bleached. അപ്പോൾ virgin hair bleach ചെയ്യുമ്പോഴേക്കും there is damage, but the damage is twofold when you are re-bleaching hair that's already been stripped of its color. അതുകൊണ്ട് എനിക്ക് അധികം നേരം വെക്കാനുള്ള ലക്ഷറി ഇല്ല. ബ്ലീച്ചിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് കുറച്ച് കൂടെ നേരം എക്സീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുടി ബ്രേക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് ഫോൾ ഓഫ്. ഈ ഹെയർ റിമൂവിങ് ക്രീമൊക്കെ ഇടുമ്പോൾ സംഭവിക്കുന്ന പോലെ ആ റിസ്ക് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. സോ ഐ ഡിഡ്ന്റ് let it sit as long as I wanted it to sit. But it is what it is. Kun faya kun.
അതുകൊണ്ട് അതല്ലല്ലോ ഇവിടെ പറയേണ്ടിരുന്നത്, വേറെ എന്താണ്, എന്ത് കുത്താണേലും this is as far as we go with stripping the color. Heat use ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ പാടില്ല. Ideally you should let it air dry because ബ്ലീച്ച് ചെയ്യാൻ വെക്കുമ്പോഴേക്കും your hair does heat up. Sometimes people even see പുക വരുന്നത്. അത്ര നേരം നമ്മൾ വെക്കാൻ പാടില്ല. പുക വന്നു എന്ന് ആണെങ്കിൽ നിങ്ങൾ already too late to rescue your hair. Yeah, so now we're going to mix the color and then apply it to our hair and let it sit for 90 minutes. The longer you sit, the deeper the color sticks. But 90 minutes കൂടുതൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല because by then you would saturate your hair with that color in the dye. ഇപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ട് വരട്ടെ. നിങ്ങളെല്ലാവരും കാപ്പി കുടിച്ചോ? മുടി ബ്ലീച്ച് ചെയ്ത ശേഷം അത് ഫുൾ വാഷ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 1.5 hours എയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഈ കളർ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അഗൈൻ സെക്ഷൻസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി. പിന്നെ ഒരു പ്രോ ടിപ്പ് ഇസ് ദാറ്റ് യു അപ്ലൈ വാസലീൻ. നെറ്റി, ചെവി, കഴുത്ത് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് മുടിയുടെ അടുത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്ലീസ് അപ്ലൈ വാസലീൻ, അല്ലെങ്കിൽ ആ കളർ കാരണം സ്കിൻ സ്റ്റെയിൻ ആവും. അത് അവോയ്ഡ് ചെയ്യാൻ വാസലീൻ, അക്വഫർ, ആ ടൈപ്പ് എന്തെങ്കിലും ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് വാഷ്ഡ് ഷാംപൂഡ് കണ്ടീഷൻഡ് ഹെയർ. സ്റ്റൈൽ ചെയ്തിട്ടില്ല, ജസ്റ്റ് വാഷ് ചെയ്തു, കണ്ടീഷൻ ചെയ്തു, ഷാംപൂ ചെയ്തു, ഓർഡർ മാറിപ്പോയി, വാഷ് ചെയ്തു, കണ്ടീഷൻ ചെയ്തു, സിറം പോലും ഇട്ടിട്ടില്ല, ജസ്റ്റ് എയർ ഡ്രൈ ചെയ്തിട്ടുള്ള ഹെയർ ആണിത്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രിസി ആയിട്ട് തോന്നുന്നത്. ഞാൻ നല്ലോണം സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ഷോട്ട് വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തേക്കാം. സോ മേക്ക് ഷുവർ യു വാച്ച് ടിൽ ദി എൻഡ്. ദിസ് ഈസ് ഹൗ ഐ വാണ്ടഡ് ഇറ്റ്. അടിയിൽ കൂടുതൽ കളറും മുകളിൽ അത്രയും ടോപ്പിൽ അത്രയും കാണാത്ത വിധമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. സോ ദാറ്റ് ഇറ്റ് ലുക്സ് മ്യൂട്ടഡ്, ബട്ട് കെട്ടി വെക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണും. നെക്സ്റ്റ് ടൈം ഞാൻ പേർപ്പിളാണ് ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് സോ ദാറ്റ് യു സീ ദ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.